കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മളുടെ കോഴിക്കോട് വടകരയിൽ ഒരു ക്യാരവാനകത്ത് 2 ചെറുപ്പക്കാർ മരണപ്പെട്ട് കിടക്കുന്നത് പോലീസ് കണ്ടായിരുന്നു. പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാണ് അവർ മരണപ്പെട്ടു എന്നുള്ളതാണ്. പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ട്. രാവിലെയോ രാത്രിയിലോ ഒന്നാണ്ടായിരുന്നു നടന്നത്. ഒരു 5-6 വർഷം മുമ്പ് ഒരു കുടുംബം കേരളത്തിൽ നിന്നും ഉല്ലാസയാത്രയ്ക്ക് മേഘാലയയിലോ അവിടെയും കണ്ടു പോയായിരുന്നു. അവരും ഒരു ഹോട്ടൽ റൂമിനകത്ത് ഹീറ്ററിൽ നിന്നുള്ള കാർബൺ മോണോക്സൈഡ് ബ്രീത്ത് ചെയ്ത് മരിച്ചു എന്നുള്ളതാണ്. 4 പേര് ഒറ്റയടിക്ക് മരിച്ചു. അപ്പോ ഈ ഒരു ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വില്ലനാണ്. കാര്യം ഈ ഗ്യാസിന് മണമില്ല, ഇറിറ്റന്റ് അല്ല. ഈ 2 കാര്യം കൊണ്ട് ഇത് വലിച്ചെടുക്കുന്നത് നമുക്കറിയത്തില്ല. നമ്മളിങ്ങനെ നല്ല കിക്കാകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം മണമില്ലാത്തത് കൊണ്ട് നമുക്ക് ഒരിക്കലും അറിയത്തില്ല ഇത് ലീക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അമോണിയത്തിന് ഒരു പഞ്ചന്റ്, അതായത് തുളച്ചു കയറും. അമോണിയ ഗ്യാസ് മൂക്കിന് തുളച്ചു കയറും. അപ്പൊ ഇറിറ്റന്റ് ആണ്. അപ്പം വേറെ ഗ്യാസ്, സൾഫർ ഗ്യാസിന് മണമുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ അങ്ങനെ ഉണ്ട്, ഒരു സിഗ്നൽ തരുന്ന ഒരു ഗ്യാസാണ്, നമ്മൾ അത് ഒഴിവാക്കും. പക്ഷെ ഇത് അങ്ങനെയല്ല. നോൺ ഇറിറ്റേറ്റീവ് ആണ്, നോൺ ഓർഡർലെസ് ആണ്, കളറില്ല, മണമില്ല, കളർലെസ് ആണ്. പിന്നെ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വെയിറ്റ് ഏറിനെ കഴിഞ്ഞ് കുറവായതുകൊണ്ട് ഇത് മേളിലേക്ക് പോകും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 0.1%, 0.5 to 0.1% ഇത് ഒരു അരമണിക്കൂർ നമ്മൾ ബ്രീത്ത് ചെയ്യുകയാണെങ്കിൽ ആള് തട്ടിപ്പോവും. 10% ഒക്കെ ആണെങ്കിൽ ഒരു 15 മിനിറ്റ് 10 മിനിറ്റും കൊണ്ട് ആള് തട്ടിപ്പോവും. 0.01% ഒക്കെയാണ് വലിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നോർമലാണ്. സിഗരറ്റ് വലിക്കുന്നവരുടെ ശരീരത്തൊക്കെ ഇത് കാണാം. ഇത് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഓഫ് തടികള്, അതായത് തടികള്, ഗ്യാസ്, പെട്രോള്, ഡീസല്, ഇതിന്റെയൊക്കെ അപൂർണമായിട്ടുള്ള കത്തുന്നത് കൊണ്ടാണ് ഈ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നത്. പ്രധാനമായിട്ടും നമ്മളെ സംബന്ധിച്ചോളൂ, ഇപ്പോഴത്തെ സുഖലോലുപതയെ സംബന്ധിച്ചോളൂ, ഇത് AC-യിൽ നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിന്റെ മെക്കാനിസം എനിക്ക് അറിയത്തില്ല. AC-യിൽ നിന്നും ഈ സാധനം കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ്. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിവില്ല, എന്നാലും പറയുകയാണ്. പ്രോപ്പറായിട്ട് AC നമ്മളുടെ വീട്ടുകളിൽ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഈ വില്ലൻ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ കാർ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ, പൊല്യൂഷൻ, അതായത് നമ്മൾ പൊല്യൂഷൻ പേപ്പർ എടുക്കുമല്ലോ, അപ്പോൾ നമ്മുടെ കാറിന്റെ കമ്പഷൻ റേറ്റ്, നമ്മുടെ കാറിന്റെ എഞ്ചിൻ നല്ല രീതിയിൽ ഇന്ധനം കത്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ പ്രോപ്പർ മെയിൻ്റനൻസ് ചെയ്യാത്ത കാറിൽ നിന്നും ഈ സാധനം ഉണ്ടാകാനുള്ള, കാർബൺ മോണോക്സൈഡ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ നിന്ന് ക്യാബിനിലേക്ക് വരാം. ചിലവരെ ഇഞ്ചൻ ഓൺ ആക്കി നല്ല സുഖമായിട്ട് കാറിനകത്ത് കിടന്നുറങ്ങാറുണ്ട്. അത് വലിയ അപകടമാണ്. പിന്നെ വേറൊരു അപകടം എന്ന് പറഞ്ഞാൽ, വീട്ടിനകത്ത് നമ്മൾ രാത്രിയിൽ AC ഉപയോഗിച്ച് കിടന്നുറങ്ങുമ്പോൾ ആ AC പ്രോപ്പർ മെയിൻറ്റെയിൻഡ് അല്ലെങ്കിൽ അവിടെ ഒരു ചാൻസ് ഉണ്ട് ഈ കാർബൺ മോണോക്സൈഡ് നമ്മളുടെ റൂമിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതൊരു നിശബ്ദ കൊലയാളിയാണ്. ഈ കാർബൺ മോണോക്സൈഡ് കൊല്ലുമ്പോൾ നമ്മൾ അറിയത്തില്ല നമ്മൾ ഇതിനകത്ത് പെട്ടിരിക്കുകയാണെന്നുള്ളത്, ഈ ചുഴിയിൽ പെട്ടിരിക്കുകയാണെന്നുള്ളത്. സാധാരണഗതിയിലും വല്ല തീയോ വല്ല ബ്ലാസ്റ്റോ എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് ഓടാം, നമുക്കൊരു സമാധാനമുണ്ട്. നമ്മളിന്ന് ട്രൈ ചെയ്തു രക്ഷപ്പെടാൻ, അങ്ങനെ നമുക്ക് ചെയ്യാം. പക്ഷെ ഇതങ്ങനല്ല. നമ്മൾ അറിയാതെ നമ്മൾ മരിച്ചുകൊണ്ടിരിക്കും. അതായത് ഇതിന്റെ ഒരു മരണശൈലി എന്ന് പറഞ്ഞാൽ അനീമിക് അനോക്സിയ മൂലമാണ്. അതായത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ ഓക്സിജൻ വേണ്ടി വരും. നമ്മളുടെ ഓരോ സെല്ലിനും ഓക്സിജൻ വേണ്ടി വരും. ഈ ഓരോ സെല്ലിലേക്കും ഓക്സിജനെ കൊണ്ടെത്തിക്കുന്നത് നമുക്കറിയാം ഹീമോഗ്ലോബിനാണ്. അത് ഒരു ഫെറോ പ്രോട്ടീനാണ്. അതിനകത്ത് ഇരുമ്പിന്റെ അംശമുണ്ട്. ഒരു പ്രോട്ടീനാണ്. അപ്പം ഈ ഹീമോഗ്ലോബിൻ ഓക്സിജനെ കൈകാട്ടി വിളിച്ച് അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ലങ്സിൽ നിന്ന് നമ്മുടെ ശരീരഭാഗത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഓക്സിജനെ കഴിഞ്ഞും 300-400 ഇരട്ടി ഹീമോഗ്ലോബിനുമായിട്ട് അഫിനിറ്റി, ബന്ധം പറ്റിപ്പിടിക്കാനുള്ള കഴിവ് കാർബൺ മോണോക്സൈഡിനുണ്ട്. അപ്പോൾ ഈ കാർബൺ മോണോക്സൈഡ് വന്ന് ശരീരത്തിൽ ലങ്സിലോ ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്? ഓക്സിജന്റെ പൊടി പോലും കാണത്തില്ല. എളുപ്പം കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു സാധനം നമ്മളുടെ ശരീരത്തുണ്ടാകും.
അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം നഷ്ടപ്പെടുകയാണ്. കാര്യം ബ്ലഡ് എത്തിയിട്ടും കാര്യമില്ല, ഹിമോഗ്ലോബിൻ അവിടെ എത്തിയിട്ടും കാര്യമില്ല. ഹിമോഗ്ലോബിന്റെ ഫംഗ്ഷൻ മൊത്തം പോയി. കാര്യം എന്താ? ഓക്സിജൻ എത്തുന്നില്ല. അപ്പൊ മരണമുണ്ടാകും. മരണമുണ്ടാകുന്ന കാര്യം അനീമിക് അനോക്സിയ എന്ന് പറയും. അതിന്റെ ഒരു ഭീകരമായ അവസ്ഥ ഭയങ്കരമാണ്. നമുക്ക് ശ്വാസം വലിച്ചിട്ടും കാര്യമില്ല. കാര്യം ഓക്സിജൻ കിട്ടുന്നില്ല. നമ്മളുടെ ഡിസ്ഓറിയന്റേഷൻ, അതായത് സ്ഥലകാല ബോധങ്ങളെല്ലാം നഷ്ടപ്പെടും. നമ്മുടെ ബുദ്ധി പോകും, നമ്മുടെ ഓർമ്മ പോകും, നമ്മുടെ ഹാർട്ടിന്റെ ഇടിപ്പുകൾ ബാധിക്കും. കാര്യം എന്നാ? ഈ ഹിമോഗ്ലോബിൻ, കാർബോക്സി ഹിമോഗ്ലോബിൻ ഹാർട്ടിന്റെ മസിൽസിനെ ബാധിക്കും. അത് മയോഗ്ലോബിനെ ബാധിക്കും. അവിടെ അതിന്റെ പമ്പിന്റെ പ്രശ്നം കുഴപ്പമുണ്ടാക്കും, ലങ്സിന് കുഴപ്പമുണ്ടാക്കും, തലച്ചോറിന് കുഴപ്പമുണ്ടാക്കും. അപ്പോൾ നമ്മൾ പയ്യെ പയ്യെ മരണത്തിലേക്ക് കുത്തിക്കൊണ്ടിരിക്കും. അത് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ തന്നെയും നമുക്ക് ഒരു 4 മാസത്തേന്, 4 വീക്ക് അല്ലെങ്കിൽ 1 മാസം 2 മാസത്തേന് ഇതിന്റെ എഫക്റ്റ് കാണും. കാര്യം എന്നാ? നമ്മുടെ ഓർമ്മശക്തി നഷ്ടപ്പെടും, സ്ഥലകാല ബോധങ്ങളും പോകും, ട്രെമറുണ്ട്, വിറയലുണ്ടാകും, പാർക്കിൻസോണിസം എന്ന് പറയുന്ന ടൈപ്പുള്ള ഒരു സ്വഭാവം ഉണ്ടാകും. ഇത് തന്നെ ഒരു 1 മാസം 2 മാസത്തേക്ക് പോകും. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഇത് എത്രത്തോളം അപകടകരമായിട്ടുള്ള ഒരു ഗ്യാസ് ആണെന്നുള്ളത്. പിന്നെ ഇത് പോസ്റ്റ്മോർട്ടത്തിനകത്ത് നമുക്ക് അറിയാൻ പറ്റും, ചെറിയ റെഡ് കളറായിരിക്കും നമ്മുടെ മ്യൂക്കോസ, ഇതുപോലത്തെ വായിക്കകത്തുള്ള ഏരിയയിലെ എന്ന് പറഞ്ഞിട്ട് ആന്തരിക അവയവങ്ങളിലും കാര്യങ്ങളിലും എല്ലാം ചെറിയ റെഡ് കളറായിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ ബ്ലിസ്റ്റേഴ്സ് ഫോർമേഷൻ ഉണ്ടാകും നമ്മുടെ അതായത് മുട്ടിന്റെ അവിടെയും കാഫിന്റെ അവിടെയും ഒക്കെ ഉണ്ടാകും. അങ്ങനെ കുറെ സാഹചര്യം ഉണ്ടാകാം. പക്ഷേ പ്രധാനമായിട്ടും ഈ വില്ലനായിട്ടുള്ള കാർബൺ മോണോക്സൈഡിനെ നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ നമ്മളുടെ AC പ്രോപ്പർ ആയിട്ടുള്ള മെയിൻ്റെനൻസ് ഉണ്ടായിരിക്കണം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കാർബൺ മോണോക്സൈഡ് സെൻസേഴ്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. അത് മേടിച്ച് വെക്കുക, അല്ലെങ്കിൽ അതുമായിട്ട് ലിങ്ക് ചെയ്യുകയാണെങ്കിൽ അത് ഈ AC മെക്കാനിക്കിനോട് പറഞ്ഞാൽ അവർക്ക് അതിനെപ്പറ്റി കൂടുതൽ വിവരം ഉണ്ടായിരിക്കും, അവർക്ക് സംസാരിക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ അത് ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. കട്ട് ഓഫ് ആകും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമുക്കറിയാം മരണത്തിലേക്ക് നമ്മളിങ്ങനെ വിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊന്നും ഒരു രീതിയിലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു ചാൻസ് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടെങ്കിൽ തന്നെയും നമ്മളുടെ തലച്ചോറിനെയും ബാധിക്കാം, നമ്മളുടെ പാരലൈസ് ഉണ്ടാകാം, ഹെമിപ്ലീജിയ ഉണ്ടാകാം. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള ഒരു മാരകമായിട്ടുള്ള ഒരു ഗ്യാസ് ആണ്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ കാറിൽ പോകുമ്പോൾ, ദീർഘദൂരം കാറിൽ സഞ്ചരിക്കുമ്പോൾ, നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ ഇഞ്ചിൻ ഓഫ് ചെയ്യാതെ AC ഓൺ ആക്കി കിടന്നുറങ്ങുന്നത് ശീലം ഒഴിവാക്കുക. ഈ ഗ്ലാസ് താത്ത്, എല്ലാം പൂർണ്ണമായിട്ടും താത്ത്, ഫുൾ ഏരിയേഷനോടുകൂടി നമ്മൾ ഉറങ്ങണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, കാറ് പ്രോപ്പർ മെയിൻറ്റെയിൻഡ് ആയിരിക്കണം. AC പറ്റി കൂടുതലായിട്ടും, അല്ലെങ്കിൽ നമ്മുടെ കമ്പഷൻ, വണ്ടിയുടെ പൊല്യൂഷൻ, അതായത് ഫ്യൂവൽ കമ്പഷനെ പറ്റി കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടായിരിക്കണം. അത് വെൽ പെർഫോംഡ് ആണെന്ന്, അതായത് നല്ല രീതിയിലുള്ള കത്തലുകൾ നമ്മളുടെ ഇഞ്ചിനകത്ത് ഉണ്ടായിരിക്കാം. അപ്പം കാർബൺ മോണോക്സൈഡിന്റെ പ്രൊഡക്ഷൻ കുറയും. അത് നമ്മൾ ഉറപ്പുവരുത്തുക. പിന്നെ നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന AC മെയിൻറ്റെയിൻഡ് ആയിരിക്കണം. ഒരു കാരണവശാലും ഈ കാർബൺ മോണോക്സൈഡിന്റെ അംശം വരാൻ സാഹചര്യം ഉണ്ടാകാതെ ഇരിക്കുക. മാസത്തിൽ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ടെക്നീഷ്യനെ വിളിച്ച് അത് നല്ല രീതിയിലാണോ വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. പിന്നെ എത്രയൊക്കെ പറഞ്ഞാലും ഒരു ദിശാബോധമില്ലാത്ത ഒരു കോമാളിയാണ് മരണം എന്നുള്ളതാണ്. ദൈവം എപ്പോഴാണ് എഴുതി വെച്ചിരിക്കുന്നത് ആ സമയത്ത് നമ്മൾ പോകും. എന്നിരുന്നാലും നമ്മളുടെ രക്ഷ നോക്കണം. കാർബൺ മോണോക്സൈഡ് ഒരു അപകടകാരിയായിട്ടുള്ള ഗ്യാസാണ്.